അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 800 മരണം. 2000-ഓളം പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. മെറിൻ, അഫ്ഗാൻ ആകെ തകർന്നു തരിപ്പണമായി എന്ന് പറയാം. ലോകരാജ്യങ്ങൾ ആകെ സഹായവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. ഗോകുൽ, അഫ്ഗാനിസ്ഥാനിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൽ ഇപ്പോൾ മരണം 800 ആയിരിക്കുന്നു. 2500-ലേറെ പേർക്ക് പരിക്കേറ്റെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹായവും ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അതുപോലെ തന്നെ UN-ഉം അതുപോലെ തന്നെ യൂണിസെഫും എല്ലാ സഹായവും അഫ്ഗാനിസ്ഥാന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മലനിരകളാണ് അതുപോലെ തന്നെ തകർന്ന റോഡുകളും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. എന്തായാലും മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് ഈ റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. അതിനുശേഷം തുടർച്ചയായി 13 ഭൂചലനങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജലാലാബാദിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ്, 8 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഒരു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അറിയുന്നത്. ഇത് ആഴം കുറഞ്ഞ പ്രഭവ കേന്ദ്രമായതുകൊണ്ട് അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അത്തരം ഭൂചലനങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രത വളരെ വലിയതായിരിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കാമെന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരമുണ്ട്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തേണ്ടതുണ്ട്. പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താറായിട്ടില്ല. ഇത് തന്നെ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കുനൂർ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ചില ഗ്രാമങ്ങളെല്ലാം തന്നെ നാമാവശേഷമായി, അതേപോലെ തന്നെ വീടുകളും കെട്ടിടങ്ങളും എല്ലാം അപ്പാടെ തകരുന്ന ഒരു കാഴ്ച തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്നത്. നേരത്തെ 2002-ലും അതുപോലെ തന്നെ 2023-ലും അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു. 2023-ലുണ്ടായ ഭൂചലനത്തിൽ 4000 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂറേഷ്യൻ അതേപോലെ തന്നെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളിൽ നിരന്തരം കൂട്ടിയിടിക്കുന്ന ഒരു പ്രദേശമാണ്. യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല നിരന്തരമായി ഭൂചലനം ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭൂപ്രകൃതി അനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർ ചലനങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യ ഇപ്പോൾ ആവശ്യമായ അല്ലെങ്കിൽ സാധ്യമായ എല്ലാ സഹായവും ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്തായാലും നടുങ്ങിയിരിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഗോകുൽ, മെറിൻ, സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലെ ആകെ പിന്തുണ അവർക്ക് ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നതും. ഇനി അവിടുത്തെ ഈ ഭൂപ്രകൃതി, അവിടുത്തെ ഒരു സാഹചര്യം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ ഈ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയാണെന്നും വിശദമാക്കി. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ആൾനാശവും പരിക്കുമൊക്കെ അത് സംബന്ധിച്ച കണക്കുകൾ ഉയരുമോ എന്ന ഒരു ആശങ്ക പങ്കുവെക്കപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായും ഗോകുൽ, കുനൂർ എന്ന മേഖലയിലാണ്, പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല നൂർഗാൽ, സാവിക്കി, വാട്ട്പൂർ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കാരണം ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളും അതേപോലെ തന്നെ വീടുകളും തകർന്നിരിക്കുന്നത്. ഇപ്പോൾ താലിബാൻ ഭരണകൂടം ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതായത് ഇതിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായവും, അതായത് ഇത്തരം ഒരു ദുരന്തത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഒന്നിക്കണം, ആവശ്യമായ സഹായം നൽകണമെന്ന് ഇപ്പോൾ അവർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് അഫ്ഗാനിസ്ഥാന് അത്തരത്തിലൊരു സഹായവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു ദുരന്ത മുഖത്ത് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കടന്നു പോകുന്നതിൽ സംശയമില്ല. വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയരാമെന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. കാരണം അത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. കാരണം ചില മേഖലകളിലേക്ക് പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തകർന്ന കെട്ടിടങ്ങളുണ്ട്, അതുപോലെ തന്നെ റോഡുകളും മലനിരകളും എല്ലാം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കാമെന്നുമാണ് വിവരം. ഇപ്പോൾ 800 പേരാണ് മരിച്ചിരിക്കുന്നത്. 2500-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഗൂഗിൾ, ശരി. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഫ്ഗാനിലെ ഭൂകമ്പത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. മരണസംഖ്യ ഉയരുകയാണ്, പരിക്കേറ്റവരുടെ വിവരങ്ങളും അവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കം വലിയ സഹായ വാഗ്ദാനം നൽകുന്നുണ്ട് അഫ്ഗാന്.